നമസ്തേ. കണ്ണൂർ വിഷൻ ചാനലിൻ്റെ പ്രദക്ഷിണ വഴിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പ്രദക്ഷിണം എത്തിയിരിക്കുന്നത് കേരളത്തിലെ അല്ലെങ്കിൽ ഭാരതം തന്നെ ഉറ്റുനോക്കുന്ന അതിപ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണത്രേ. ക്ഷേത്രമാണ് ദക്ഷിണകാശിയായ കൊട്ടിയൂർ. ആ കൊട്ടിയൂരിലേക്ക് ഉത്സവം ആരംഭിക്കുന്നത് ഈ ക്ഷേത്രത്തിലെ ആരാധനയുമായി ബന്ധപ്പെട്ട അങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ള ഒരു ക്ഷേത്രമാണ് മുതിരേരി ശിവക്ഷേത്രം. മാനന്തവാടിയിൽ മുതിരേരി ഗ്രാമത്തിൽ ഈ ഗ്രാമത്തിൻ്റെ മുഴുവൻ ദേവനായിക്കൊണ്ട് ആരാധിച്ച് ഈ ഗ്രാമത്തിൻ്റെ മുഴുവൻ അധ്യക്ഷനായി ഇരിക്കുന്ന മഹാദേവനാണ്. ആ മഹാദേവൻ്റെ ആരാധനയെക്കുറിച്ചും അവിടുത്തെ അനുഷ്ഠാനത്തെക്കുറിച്ചും നമുക്ക് കണ്ണൂർ വിഷൻ ചാനലിൻ്റെ പ്രദക്ഷിണ വഴിയിലൂടെ മനസ്സിലാക്കി തൊഴുത് പ്രാർത്ഥിച്ചു വരാം. മുതിരേരി ശിവക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ പ്രേക്ഷകർക്ക് കാണാം നല്ല ഒരു കാടിൻ്റെ അന്തരീക്ഷമാണ്. ധാരാളം വൃക്ഷങ്ങളാലും ഒക്കെ പൂർണ്ണതയിലാണ് ഈ ക്ഷേത്രം കുടികൊള്ളുന്നത്. പ്രദക്ഷിണ വഴിയിലേക്ക് പോകുമ്പോൾ പ്രേക്ഷകർ ഈ ഒരു ഉപാധി ഇവിടെ കാണുന്നുണ്ടാവും. ഇതിനൊരു പ്രത്യേകത ഉണ്ടത്രേ. ഇതിനൊരു പ്രത്യേകത കേരളത്തിലെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ ഇങ്ങനെ ഉണ്ടോയെന്നറിയില്ല. ഈ പ്രദേശത്ത് പശുക്കൾ വളർത്തുന്നവരുണ്ട്. ഈ പശുക്കൾക്ക് എന്തെങ്കിലും ആരോഗ്യപരമായ പ്രയാസങ്ങൾ വന്നാൽ ഈ മഹാദേവനോട് പ്രാർത്ഥിച്ച് ആ പശുവിനെ ഇവിടെ കൊണ്ട് സമർപ്പിക്കുമത്രേ. അതിലുണ്ടാകുന്ന കുട്ടിയെ ഇവിടെ സമർപ്പിക്കാമെന്ന് പറയുകയും ഒപ്പം ഈ കാണുന്ന ദ്വാരത്തിലൂടെ ഈ പശുവിനെ കെട്ടിയിട്ട് ഇവിടെ സംരക്ഷിക്കുന്നവർ ഒരു നിശ്ചിതമായ സമയത്തേക്കൂടെ വെച്ച് അത് ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കുന്നത് പോലെ വാഗ്ദത്തം ചെയ്ത് അതിലുണ്ടാവുന്ന കുട്ടിയെ ഇവിടെ നടയിൽ സമർപ്പിക്കാമെന്ന് പറയുന്ന ഇവിടുത്തെ ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞത് ഈ സമീപ കാലഘട്ടത്തിൽ പോലും അങ്ങനെ ഈ പ്രദേശത്തുകാർ സമർപ്പിച്ചിട്ടുണ്ടെന്നാണ്. അങ്ങനെ ഈ പ്രദേശത്തെ പശുക്കൾക്ക് എന്തെങ്കിലും പ്രയാസം വന്നാൽ ഈ മഹാദേവനോട്, കാരണം മഹാദേവൻ ശിവൻ്റെ വാഹനം കൂടിയാണ് വൃഷഭൻ. ആ വൃഷഭ സങ്കല്പത്തിലായതുകൊണ്ടായിരിക്കാം ഇങ്ങനെ പറയുന്നത്. അങ്ങനെ പ്രത്യേകതകളുള്ള ആ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് നമ്മളിങ്ങനെ പ്രവേശിക്കുമ്പോൾ തന്നെ ഒരു ഭക്തിസാന്ദ്രമായ അവസ്ഥയാണ്. ആ ഭക്തിസാന്ദ്രമായ അവസ്ഥയിൽ നമുക്ക് ക്ഷേത്രത്തിലെ പ്രദക്ഷിണ വഴിയിലൂടെ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. ആ രഹസ്യങ്ങളൊക്കെ നമുക്ക് പ്രദക്ഷിണ വഴിയിലൂടെ പങ്കുവെക്കാം. മുതിരേരി ശിവക്ഷേത്രത്തിലെ അതിപ്രാധാന്യത്തിലുള്ള ക്ഷേത്രക്കുളമാണ്. ഈ സമീപത്താണ് ക്ഷേത്ര ഭാരവാഹികളും കമ്മിറ്റിയൊക്കെ മുന്നിട്ട് നിന്നുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ നവീകരണ ഘട്ടത്തിലാണെന്ന് പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. മറ്റൊരു പ്രത്യേകത, നമ്മൾ നേരത്തെ കഥയിൽ ഐതിഹ്യത്തിൽ പറഞ്ഞ ദക്ഷയാഗ ഭൂമിയിലേക്ക് കൊണ്ടുപോകുന്ന വാള്, ആ വാള് ഇവിടെ കൊണ്ടുവന്ന് ഈ തീർത്ഥക്കുളത്തിൽ ശുദ്ധിയാക്കിയതിന് ശേഷം ക്ഷേത്രത്തിലെ തിരുമേനി വന്ന് ആ കിണറിൽ നിന്ന് വെള്ളമെടുത്ത് തിരിച്ച് ക്ഷേത്രത്തിനകത്തേക്ക് പോയി അവിടെ ധ്യാനനിരതനായി അവിടെ നിന്നൊരു ഉൾവിളി ഉണ്ടാകുന്നതോടു കൂടിയാണത്രേ ഈ വാളറയിലെ വാള് ആയി യാഗഭൂമിയിലേക്ക് ഗോവിന്ദനാമം വിളിച്ചു പോകുന്നത്. അപ്പോൾ അത്രയേറെ പ്രാധാന്യം ഈ ക്ഷേത്രക്കുളത്തിനും ഇവിടുത്തെ ഈ കിണറിനും ഉണ്ടത്രേ. അതുകൊണ്ട് തന്നെ അത്രയും ഭക്തി, ശ്രദ്ധ, ശുദ്ധിയോടുകൂടിയാണ് ഈ ക്ഷേത്ര ഭാരവാഹികൾ ഈ കുളത്തെയും സംരക്ഷിക്കുന്നത്. ഇനി നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാം. ആത്മാനം ഉത്തമം ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മിൻ സദാശിവം. നമശിവായ നമശിവായ നമശിവായ. മുതിരേരി ശിവക്ഷേത്രം. ക്ഷേത്രങ്ങൾക്കൊക്കെ അനവധി കാലപ്പഴക്കങ്ങൾ പറയാറുണ്ടെങ്കിലും മുതിരേരി ശിവക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത, ഇവിടുത്തെ പഴമക്കാർക്കോ ഇവിടുത്തെ ഐതിഹ്യത്തിലൊന്നും ഈ ക്ഷേത്രത്തിൻ്റെ കാലപ്പഴക്കം പറഞ്ഞിട്ടില്ല. അപ്പോൾ അത്രയേറെ പ്രാധാന്യം
യുഗങ്ങളുടെ പ്രാധാന്യം, യുഗങ്ങളുടെ പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ട് എന്നാണ് ഇതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അത് ബ്രാഹ്മണ സമ്പ്രദായം മുതൽ എല്ലാ വിഭാഗക്കാരുടെയും ഒരു കൂട്ടായ്മ ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തിലുമുണ്ടത്രേ. നമുക്കിനി മുതിരേരി ശിവക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. ഇപ്പോൾ മുതിരേരി ശിവക്ഷേത്രത്തിൽ വരുമ്പം പ്രേക്ഷകർക്ക് കാണാം ഇവിടെയൊക്കെ പന്തലിടുകയും മറ്റ് ആഘോഷങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇടവ മാസത്തിലെ ആയില്യം നാളിൽ ഉത്സവം തുടങ്ങി. ഇടവത്തിലെ ചിത്തിര വരെ വിശേഷ ഉത്സവം നടക്കുന്നൊരു ക്ഷേത്രമാണ്. അപ്പോൾ ആ സമയത്താണ് കണ്ണൂർ വിഷൻ ചാനൽ പ്രദക്ഷിണ വഴി എടുക്കാൻ വേണ്ടി ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ഈ പ്രദേശക്കാരും ഇവിടുത്തെ ക്ഷേത്ര ഭാരവാഹികളും എല്ലാവരും ഒരു ഉത്സവം വരവേൽക്കാനുള്ള മനസ്സുമായി നിൽക്കുക. അപ്പോൾ നമുക്ക് മുതിരേരിയിലെ മഹാദേവനെ, ശിവനെ തൊഴുത് പ്രാർത്ഥിക്കാം. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം പറയുമ്പോഴും ദക്ഷിണ കാശിയായ കൊട്ടിയൂരുമായി അഭേദ്യമായ ബന്ധമുണ്ട് നമ്മൾ പ്രേക്ഷകരോട് നേരത്തെ പറഞ്ഞു. മറ്റൊരു പ്രത്യേകത, ദക്ഷയാഗ സമയത്ത് ദക്ഷ പ്രജാപതി യാഗം നടത്താൻ തീരുമാനിച്ചു. ആ യാഗവേദിയിൽ എല്ലാ ദേവീ ദേവന്മാരും ക്ഷണിക്കപ്പെട്ട അതിഥികളായി എത്തിയത്രേ. അവിടെ സതീദേവിയെ ക്ഷണിച്ചില്ല. അച്ഛൻ നടത്തുന്ന മഹായാഗം, ആ മഹായാഗം കാണാൻ വേണ്ടി സതീദേവിക്കേറെ ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ സതീദേവി മഹാദേവനോട് ചോദിച്ചു അത്രേ, അച്ഛൻ നടത്തുന്ന മഹായാഗത്തിന് ഞാൻ കാണാൻ പോകട്ടെ എന്ന്. അപ്പോൾ തന്നെ പരമേശ്വരൻ പറഞ്ഞു, ഇപ്പോൾ പോകണ്ട, പോയാൽ അതിൻ്റെ പരിണിത ഫലം ദുഃഖമായിരിക്കുന്നു. പക്ഷേ ശിവൻ്റെ വാക്കുകൾ കേൾക്കാതെ സതീദേവി അത് പരിഗണിക്കാതെ യാഗഭൂമിയിലേക്ക് എത്തിയെന്നാണ്. ആ യാഗസ്ഥലത്ത് അനവധി ദേവീ ദേവന്മാർ സമക്ഷം എത്തിയപ്പോൾ ദക്ഷ പ്രജാപതി സതീദേവിയെ കണ്ടതായി നടിച്ചില്ലെന്ന് മാത്രമല്ല, സതീദേവിയെ പ്രകോപിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞു എന്നാണ്. അങ്ങനെ ആ പ്രകോപനപരമായ വാക്കുകൾ കേട്ട സതീദേവി യാഗാഗ്നിയിൽ ചാടി ജീവത്യാഗം ചെയ്തു. ആ ജീവത്യാഗ വാർത്ത കേട്ടപ്പോൾ പരമേശ്വരൻ മഹാദേവൻ യാഗസങ്കേതത്തിലെത്തുകയും അങ്ങനെ തൻ്റെ കോപത്തിൻ്റെ ഭാഗമായി ആ കോപത്തിൽ നിന്നും ശിവൻ്റെ ജട പിടിച്ചിളക്കിയെന്നും ആ ജടയിൽ നിന്ന് വീരഭദ്രൻ എന്ന് പറയുന്ന അവതാരമുണ്ടായിന്ന ആ വീരഭദ്രസ്വാമി അവതരിച്ച ഉടനെ തന്നെ സ്വന്തം കയ്യിലുണ്ടായിരുന്ന വാളുകൊണ്ട് ദക്ഷ പ്രജാപതിയുടെ ശിരസ് അറുത്തു എന്നാണ്. ആ ശിരസ് അറുത്തതിന് ശേഷം ആ വാള് അവിടുന്ന് വലിച്ചെറിഞ്ഞു എന്നാണ്. ആ വലിച്ചെറിഞ്ഞ വാള് എത്തിയ സ്ഥലമാണത്രേ പാലയാട് കോഴിയോട്ട് തറവാട് പരമ്പരയുടെ ഭൂമിയിലാണ് അത് എത്തിച്ചേർന്നതെന്നാണ്. ആ ഭൂമിയിലെത്തിയ സമയത്ത് ഈ പ്രദേശത്തൊക്കെ ധാരാളം ആദിവാസികളുണ്ടത്രേ. അങ്ങനെ ആദിവാസികൾ കൃഷിസ്ഥലത്ത് പണി നടക്കുന്ന സമയത്ത് ഈ ആയുധം കണ്ടുവെന്നും അങ്ങനെ അന്നത്തെ നാട്ടുപ്രമാണിയായ കോഴിയോട്ട് തറവാട്ടുകാരോട് പോയി പറയുകയും അങ്ങനെ പറഞ്ഞതിന് ശേഷം ആ വാള് കണ്ടെത്തുകയും ഒപ്പം ജ്യോതിഷ വിധി പ്രകാരം ഈ വാളിൽ ശിവചൈതന്യം അഥവാ വീരഭദ്രൻ്റെ ചൈതന്യമുണ്ട് എന്ന് മനസ്സിലാക്കുകയും അങ്ങനെ ആ വീരഭദ്ര ചൈതന്യമുള്ള വാള് ഇവിടെ പൂജിക്കുകയും ചെയ്തു. ഈ വാളെടുത്താണത്രേ ഇടവമാസത്തിലെ ചോതിനാളിൽ ഇവിടെ നിന്ന് എഴുന്നള്ളിച്ചാണ് കൊട്ടിയൂരിലേക്ക് യാത്ര ചെയ്ത് അവിടെ യാഗം ഉത്സവം നടക്കുന്നത്.
ആ യാഗോത്സവ കാലഘട്ടത്തിൽ ഇവിടെ നിന്ന് വാളങ്ങോട്ടേക്ക് എഴുന്നള്ളിച്ച് കഴിഞ്ഞാൽ ആ 28 ദിവസവും ഇവിടെ നട തുറക്കാതെ ഒരാരാധനയുമില്ലാതെ അപൂർവങ്ങളിൽ അപൂർവമായ ആരാധന നടക്കുന്ന ഒരു ക്ഷേത്രമാണത്രേ മുതിരേരിയിലെ ഈ ശിവക്ഷേത്രം. കൊട്ടിയൂർ വൈശാഖ മഹോത്സവവുമായി ഏറ്റവും അധികം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് ശ്രീ മുതിരേരി കാവ്. വയനാട് ജില്ലയിലെ തവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന മുതിരേരി എന്ന പ്രദേശത്ത് കോഴിയോട്ട് തറവാടിൻ്റെ പാരമ്പര്യ ക്ഷേത്രമായിട്ടാണ് മുതിരേരി ക്ഷേത്രം ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇത് മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലേക്ക് വരികയും മലബാർ ദേവസ്വം ബോർഡിൻ്റെ പ്രവർത്തനങ്ങളുമായി സഹകരിച്ചുകൊണ്ടാണ് ഇപ്പം ക്ഷേത്രത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം നടക്കുന്നത്. ജീർണാവസ്ഥയിലുണ്ടായിരുന്ന ഈ ക്ഷേത്രം 2017-18 കാലഘട്ടങ്ങളിൽ പ്രദേശവാസികളുടെയും അതുപോലെ തന്നെ കേരളത്തിലെ തന്നെ എല്ലാ വിഭാഗം ആളുകളുടെയും സഹകരണത്തോടു കൂടി ഈ ക്ഷേത്രം നവീകരിക്കുകയും പ്രതിഷ്ഠാദി കർമ്മങ്ങൾ കോഴിക്കോട്ട് കോഴിക്കോട്ടിരി തന്ത്രിവര്യന്മാരുടെ നേതൃത്വത്തിൽ നടക്കുകയുമുണ്ടായി. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൃഹസ്പതി യാഗം എന്ന യാഗം ദക്ഷപ്രജാപതി നടത്തുകയും തൻ്റെ പ്രിയപുത്രിയായ സതീദേവിയെയും മഹാദേവനെയും ആ യാഗത്തിലേക്ക് ക്ഷണിക്കാതെ ആ യാഗം നടത്തുമ്പോൾ ആ യാഗത്തിൽ പങ്കെടുക്കുവാനായിട്ട് സതീദേവിക്ക് അതിയായ ആഗ്രഹമുണ്ടാവുകയും ആ ആഗ്രഹം പരമശിവനോട് പറയുമ്പോൾ പരമശിവൻ അത് നിഷേധിക്കുകയാണുണ്ടായി. കാരണം ആ മഹാസാന്നിധ്യത്തിൽ തൻ്റെ പത്നി അപമാനിക്കപ്പെടും എന്ന് മഹാദേവൻ അറിയുന്നത് കൊണ്ട് തന്നെ ആ വിസമ്മതം പ്രകടിപ്പിച്ചപ്പോഴും സതീദേവിയുടെ ആഗ്രഹം നിവർത്തിച്ചു കൊടുക്കാൻ വേണ്ടി മഹാദേവൻ സമ്മതിക്കുകയാണ് ഉണ്ടായത്. ആ യാഗവേദിയിലെത്തിയ സതീദേവിയെ ദക്ഷപ്രജാപതി വളരെ മോശമായ രീതിയിൽ അപമാനിക്കുകയുണ്ടായി. ആ അപമാനഭാരം സഹിക്കവയ്യാതെ സതീദേവി യാഗാഗ്നിയിൽ ചാടി ജീവത്യാഗം ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ വിശേഷാൽ നവരാത്രി ആഘോഷം നടത്താറുണ്ട്, വിദ്യാരംഭം കുറിക്കാറുണ്ട്. അതുപോലെ തന്നെ പുത്തരി ഉത്സവം നല്ല ഭംഗിയായി നടത്താറുണ്ട്. ഇപ്പോൾ അടിയന്തരമായിട്ട് നമുക്ക് നടപ്പന്തലിൻ്റെ ഒരു പണിയാണ് പൂർത്തീകരിക്കാനുള്ള സൗകര്യാർത്ഥം. അതിൻ്റെ പ്രാരംഭ പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുണ്ട്. അടുത്ത വർഷമെങ്കിലും ഇത് പൂർത്തീകരിക്കണം എന്നുള്ള അഭിപ്രായത്തിലാണ് ജനങ്ങളും നാട്ടുകാരും. വാളവെക്കിൻ്റെ 7 ദിവസത്തെ അന്നദാനം ഓരോരുത്തരും സ്പോൺസർ ചെയ്തിട്ടാണ് അന്നദാനം നടത്തുന്നത്. അതിൽ ആളെ എഴുന്നള്ളിക്കുന്ന ചോദ്യനാളിൽ ആള് എഴുന്നള്ളിക്കുന്ന ദിവസം ധാരാളം ഭക്തജനങ്ങൾ പങ്കെടുക്കാറുണ്ട്. മുതിരേരി ശിവക്ഷേത്രം നേരത്തെ ഐതിഹ്യത്തിൽ പറഞ്ഞതുപോലെ ദക്ഷപ്രജാപതിയുടെ കഥയുമായി ബന്ധപ്പെട്ട് വയലിൽ നിന്ന് രുതിരത്തോടുകൂടി രക്തത്തോടുകൂടി വാള് കണ്ടെത്തിയെന്ന്. ആ രുതിരം ഏറിയത് എന്നത് ലോപിച്ചാണത്രേ മുതിരേരി ആയത് എന്ന് പഴമക്കാർ ഐതിഹ്യത്തിലൂടെ സൂചിപ്പിക്കുന്നു. ഒപ്പം മുതിരേരി ശിവക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത സദാകാലം മഴയും വെയിലും നനഞ്ഞിരിക്കുന്ന മഹാദേവനാണ്. അങ്ങനെ മുതിരേരി മഹാദേവനെ തൊഴുത് പ്രാർത്ഥിച്ചാൽ ക്ഷേത്രത്തിൻ്റെ പുറത്തേക്ക് മാറിക്കൊണ്ടാണ് രക്ഷസിൻ്റെയും അതുപോലെ തന്നെ നാഗത്തിൻ്റെയും പ്രതിഷ്ഠ. നമുക്ക് അവിടെ തൊഴുത് പ്രാർത്ഥിച്ചു വരാം. ഓം നമോ നാരായണ. ഈ ക്ഷേത്രത്തിൻ്റെ വടക്കു പടിഞ്ഞാറ് ഭാഗത്തേക്ക് മാറിയാണ് രക്ഷസിന് പ്രതിഷ്ഠ. ഈ രക്ഷസിൻ്റെ പ്രതിഷ്ഠാ സ്ഥലത്ത് വന്ന് നാരായണ മന്ത്രം ചൊല്ലുന്നതും നാരായണ നാമം ചൊല്ലുന്നതും വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതും ഒക്കെ ഉത്തമമാണ്. നമുക്കും പ്രദക്ഷിണ വഴിയിലൂടെ രക്ഷസിനെ തൊഴുത് പ്രാർത്ഥിക്കാം.
രക്ഷസിനെ തൊഴുതതിന് ശേഷം നാഗചൈതന്യങ്ങൾക്ക് പ്രത്യേകം പ്രതിഷ്ഠ നടത്തിയ ഒരു ക്ഷേത്രം കൂടിയാണ്. ഈ നാഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രേക്ഷകർക്ക് കാണുമ്പോൾ മനസ്സിലാകാം. കാടിൻ്റെ ഒരു അന്തരീക്ഷം, ഒപ്പം ഇടവമാസത്തിലെ ആയില്യം നാളിൽ നാഗങ്ങൾക്ക് ആരാധന നടത്തിയതിന് ശേഷമാണ് ഇവിടുത്തെ ക്ഷേത്ര ഉത്സവം നടക്കുന്നത്. അപ്പോൾ കൊല്ലത്തിൽ ഇടവമാസത്തിലെ ആയില്യത്തിന് ഭൂരിയായി വിശേഷാൽ ആചാര്യന്മാർ വന്ന് നാഗങ്ങൾക്ക് നിവേദ്യം കൊടുത്ത് അതോടുകൂടി 7 ദിവസത്തെ ഉത്സവം നടക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊരു ക്ഷേത്രം കൂടിയാണത്രേ മുതിരേരിയിലെ ശിവക്ഷേത്രം. നമുക്കിനി അതിനെ തൊഴുത് പ്രദക്ഷിണമായി പ്രാർത്ഥിക്കാം. അപ്പോൾ ശിവന് പ്രകൃതിയാൽ ശിവൻ ഏറ്റവും പ്രീതിയാണത്രേ ധാര. അഭിഷേകപ്രിയോ ശിവ എന്നാണ്. ഇവിടെ സദാകാലം പ്രകൃതിയാൽ ധാരയായി ഒഴുകുന്നു എന്ന ഒരു ഐതിഹ്യത്തിൽ കൂടിയാണ് ഇവിടെ ഇത്തരം ക്ഷേത്ര നിർമ്മാണം വരെ ഇവിടെ നടന്നിട്ടുള്ളത്. മറ്റൊന്ന് പ്രേക്ഷകർക്ക് ഇങ്ങനെ കാണാം, ചുറ്റും നേരത്തെ പറഞ്ഞതുപോലെ കാടും മരങ്ങളാലും ഒക്കെ. നല്ല ചൂടുള്ള സമയത്ത് ഇവിടെ വരുമ്പോഴും ഇവിടെ നല്ല ഭക്തി അന്തരീക്ഷം, ഒപ്പം തണുപ്പും. നേരത്തെ ഇവിടുത്തെ അമ്മമാർ പറഞ്ഞതായി അറിഞ്ഞു, എല്ലാ ദിവസവും ശിവസഹസ്രനാമവും ഒപ്പം ദേവീ സഹസ്രനാമവും ഒക്കെ ചൊല്ലുന്ന ഒരു ക്ഷേത്രം. ഈ കലിയുഗത്തിൽ നാമജപത്തിനാണ് അത്ര എത്രയും പ്രാധാന്യം. അപ്പോൾ ആ നാമജപം എവിടെയാണോ നടക്കുന്നത് അവിടെ ചൈതന്യങ്ങൾ വരും. ഗുരുവായൂരപ്പൻ്റെ നടയിൽ എന്താ ചൈതന്യം വരുന്നത് വെച്ചാൽ അവിടെ നാമജപം സദാകാലം ഉള്ളതുകൊണ്ടാണ്. ഇവിടുത്തെ മാതൃസമിതിയുടെ ഒരു പ്രത്യേകത സദാകാലം നാമജപവും അനുഷ്ഠാനങ്ങളും ഒക്കെയായിട്ടാണത്രേ അവരുടെ ദൈനംദിന കാര്യങ്ങളും. ഇനി നമുക്ക് ഈ മഹാദേവൻ പടിഞ്ഞാറോട്ട് ദർശനമായാണ് നമ്മൾ പ്രദക്ഷിണമായി കിഴക്ക് ഭാഗത്തെത്തി നമുക്കിനി ഭഗവാന്റെ പിൻഭാഗത്തെ ശ്രീകോവിലേക്ക് നോക്കി തൊഴുത് പ്രാർത്ഥിക്കാം. ഇവിടുത്തെ ഉത്സവ ചടങ്ങുകളുടെ കാര്യങ്ങളിപ്പം മുന്നേ പറഞ്ഞു കഴിഞ്ഞു. വാൾ ഇവിടുന്ന് എഴുന്നള്ളിച്ച് പോയി കഴിഞ്ഞാൽ, വാൾ പോയി കഴിഞ്ഞ ഉടനെ തന്നെ ഇവിടെ മുള്ളുവേലി വെച്ച് അമ്പലം ചുറ്റും അടച്ചിടും. വാള് തിരിച്ചു വരുന്നവരെ, ഉത്സവം കഴിഞ്ഞ് വാള് തിരിച്ചുകൂടെ എത്തുന്നവരെ ആർക്കും അമ്പലത്തിലേക്ക് പ്രവേശനമില്ല. ആ രീതിയിലാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പൂജാതി കർമ്മങ്ങളൊന്നും നടക്കില്ല. വാള് തിരിച്ചു വന്നതിന് ശേഷം, ആ ചൈതന്യം ഇവിടെ എത്തിയതിന് ശേഷം മാത്രമേ പൂജാ കാര്യങ്ങൾ നടക്കുള്ളൂ. അതുമാത്രമല്ല പരിസരവാസികളും ആരും ഇതിനുള്ളിലേക്ക് പ്രവേശിക്കുകയുമില്ല. വാള് തിരിച്ചെത്തി കഴിഞ്ഞാൽ തന്നെ അന്ന് പൂജാതി കർമ്മങ്ങളൊന്നും ഉണ്ടാവില്ല. അന്ന് ശരിക്കും പട്ടിണിക്കിടുക എന്നാണ് പറയുക. അതിൻ്റെ പിറ്റേ ദിവസവും കാര്യങ്ങളൊന്നും നടക്കില്ല. അതിനുശേഷം 3-ാമത്തെ ദിവസമാണ് തന്ത്രി വന്ന് വാള് ഉള്ളിൽ കയറ്റി അതിനുശേഷം പൂജാതി കർമ്മങ്ങളൊക്കെ 2ാമത് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇങ്ങനെ പടിഞ്ഞാറോട്ടേക്ക് ദർശനമുള്ള ശിവനെ തൊഴുത് നമ്മൾ പ്രദക്ഷിണപദം പൂർത്തിയാക്കാം. ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകത, ഇടവമാസത്തിലെ ചോതിനാളിൽ ബ്രാഹ്മമുഹൂർത്തത്തിൽ ക്ഷേത്രത്തിലെ താന്ത്രിക പാരമ്പര്യമുള്ള കോഴിക്കോട്ടിരി സമ്പ്രദായം ബ്രാഹ്മമുഹൂർത്തത്തിൽ ക്ഷേത്രത്തിന് അകത്ത് വന്നു ക്ഷേത്രത്തിലെ നേരത്തെ നമ്മൾ ഐതിഹ്യത്തിൽ പറഞ്ഞ വാള് ക്ഷേത്രക്കുളത്തിൽ പോയി കൊണ്ടുവന്ന് ശുദ്ധിയാക്കിയതിന് ശേഷം ഇന്നത്തെ ശിവലിംഗത്തോട് ചേർത്ത് അത് പൂജിക്കുമത്രേ. ആ സന്ദർഭത്തിൽ ഇവിടുത്തെ ഉപദേവതമാർക്കൊക്കെ നിവേദ്യം കൊടുത്തു കഴിഞ്ഞാൽ ക്ഷേത്രത്തിലെ നേരത്തെ പറഞ്ഞ പാരമ്പര്യമുള്ള സുരേഷ് തിരുമേനി അദ്ദേഹം വ്രതനിഷ്ഠയോടുകൂടി നിന്നു ക്ഷേത്രത്തിനകത്തേക്ക് കയറി ചൈതന്യത്തിലേക്ക് തുളസി കൊണ്ട് ശിവലിംഗം മുഴുവൻ മൂടിയതിന് ശേഷം ഒരു നിയോഗം പോലെ ഈ വാളെടുത്തുകൊണ്ട് ഈ ക്ഷേത്രത്തിൽ നിന്ന് യാത്രയാണ്. ഏകദേശം 22 കിലോമീറ്റർ ഈ ചോതിനാളിൽ യാത്ര ചെയ്ത് ഇക്കരെ കൊട്ടിയൂരിലേക്ക് ദീപാരാധനയ്ക്ക് മുൻപ് അവിടെ എത്തും. ഈ ഒരു സന്ദർഭം എന്ന് പറയുന്നത് മുതിരേരി ഗ്രാമക്കാരെ സംബന്ധിച്ച് ഒരു ഹൃദയം
പിളരുന്ന വിഷമമാണ്. കാരണം ഇനി 28 ദിവസം ഈ ഭഗവാനെ കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഗോവിന്ദനാമം വിളിച്ചുകൊണ്ട് ഈ ദേവനെ ഇവിടെ നിന്ന് നിശ്ചിതമായ പരിധി വരെ യാത്ര ചെയ്യും. ആ യാത്ര ചെയ്ത് പിന്നീട് തിരിച്ചു വരും. ഇങ്ങനെ വന്നാൽ ഈ ഭഗവാനെ ഇവിടുന്ന് എഴുന്നള്ളിച്ച് കൊട്ടിയൂരിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ക്ഷേത്രത്തിനകത്തേക്ക് ആർക്കും പ്രവേശനമില്ല. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആദിവാസി വിഭാഗക്കാർ വയലിൽ പണിയെടുക്കുന്ന സമയത്താണ് ഈ വാള് കണ്ടതെന്നും അന്നത്തെ ഈ തറവാട്ടിലെ മുതിർന്നവരുടെ പ്രശ്നചിന്താപ്രകാരം ചൈതന്യം കണ്ടുന്ന ഈ വാള് എഴുന്നള്ളിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ക്ഷേത്രത്തിൽ ആരാധനകളില്ല. ആ സന്ദർഭത്തിൽ ഈ ക്ഷേത്രത്തിന് ചുറ്റും മുള്ളുവേലി വെച്ചുകൊണ്ട് പിന്നീട് ആർക്കും പ്രവേശനമില്ല. മറ്റൊരു പ്രത്യേകത, ഈ ഭഗവാനെ ഇവിടുന്ന് എഴുന്നള്ളിച്ചു കഴിഞ്ഞാൽ ഈ പ്രദേശത്താരും മംഗളകർമ്മങ്ങളൊന്നും നടത്തില്ലത്രേ. കുട്ടികളുടെ ചോറൂണ്, വിവാഹം, മറ്റനുഷ്ഠാനങ്ങളൊന്നും ഇല്ലാതെ 28 ദിവസം കഴിഞ്ഞ് ഭഗവാനെ കാണുമ്പോൾ മാത്രമേ ഈ ദേശക്കാർക്ക് പിന്നീട് അങ്ങോട്ടേക്കുള്ള ഒരു കുടുംബജീവിതത്തിലേക്ക് പോകൂ എന്ന് പറയുന്ന അത്രയും പ്രാധാന്യം മുതിരേരിയിലെ ശിവക്ഷേത്രത്തിലുണ്ട്. അങ്ങനെ നമ്മൾ പ്രദക്ഷിണം വെച്ച് വരുന്ന സമയത്ത് ഭദ്രകാളി ചൈതന്യത്തെ കാണാം. പടിഞ്ഞാറോട്ടേക്ക് ദർശനമായ ഭദ്രകാളി. നമുക്കറിയാം, ഭദ്രം കലയതി ഇതി ഭദ്രകാളി എന്നാണ്. നമുക്ക് ആ ഭദ്രകാളിയെ തൊഴുത് പ്രാർത്ഥിക്കാം. ഈ ഭദ്രകാളി സമക്ഷത്തിൽ വെച്ച് ദേവി മാഹാത്മ്യവും അതുപോലെ ലളിത സഹസ്രനാമ പാരായണമൊക്കെ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്നുണ്ടത്രേ. അങ്ങനെ നമ്മൾ ഭദ്രകാളിയുടെ നേരെ മുൻഭാഗത്തേക്ക് നമ്മൾ പോകുമ്പം അയ്യപ്പനീശ്വരനെ കാണാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രീയ ദുഭ്യം നമോ നമ. സദാ കാലഘട്ടം ഇവിടെ ഒരു കുഴ ബിംബരൂപത്തിലാണത്രേ ഇവിടുത്തെ അയ്യപ്പനീശ്വരനെ പ്രതീക്ഷിച്ചത്. അതുകൊണ്ട് തന്നെ മണ്ഡലമാസ കാലഘട്ടത്തിലെ ഈ പ്രദേശത്തുള്ളവരൊക്കെ മുദ്ര ധരിക്കുന്നതും കെട്ടുനിറച്ചു പോകുന്നതും ഒക്കെ പ്രാധാന്യമുള്ള ഒരു സങ്കേതം കൂടിയാണ് അയ്യപ്പനീശ്വരൻ. നമുക്ക് അയ്യപ്പനീശ്വരനെ തൊഴുതു പ്രാർത്ഥിക്കാം. അങ്ങനെ അയ്യപ്പനീശ്വരനെ തൊഴുത് പ്രാർത്ഥിച്ച് നമ്മൾ പ്രദക്ഷിണ പദം പൂർത്തിയാക്കുമ്പോൾ നേരത്തെ നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തിൽ പ്രേക്ഷകർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ പ്രദേശത്തുള്ള പശുക്കൾക്ക് വ്യാധികൾ വന്നാൽ ഇവിടെ വന്ന് സമർപ്പിക്കുകയാണ്. അതുപോലെ മറ്റൊരു വളരെ പ്രധാനമാണ്, ഈ പ്രദേശത്തെ കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടികളുടെ ചോറൂണിന് മുൻപ് ഈ ക്ഷേത്രത്തിൻ്റെ നിശ്ചിതമായ പരിധിക്ക് പുറത്ത് കുട്ടികളെ നടയിൽ സമർപ്പിക്കുക എന്നാണ് പറയുക. നട തള്ളുക എന്ന് പറയും പഴയ കാലത്ത്. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ ഈ പരിസരത്തുള്ള കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടികളെ ഈ ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കുന്നു. പിന്നീട് അടിമപ്പണം എന്ന രീതിയിൽ ക്ഷേത്രത്തിൽ ഭണ്ഡാര സമർപ്പണം ചെയ്ത് 6-ാം മാസം കഴിഞ്ഞ് ചോറൂണോടുകൂടി കുട്ടിയെ ക്ഷേത്രത്തിലേക്ക് കയറ്റുന്നതാണ്. അപ്പോൾ ഒരു പ്രത്യേകത, പരിസ്ഥിതി സംരക്ഷണം, ഒപ്പം കുട്ടികളെ സംരക്ഷിക്കുക, ഗോപരിപാലനം, ഇതിനൊക്കെ ഇവിടെ വന്ന് തൊഴുതു പ്രാർത്ഥിച്ചാൽ ഫലസിദ്ധി ഉണ്ടാവുമെന്ന് കണ്ട് ഈ പ്രദേശക്കാരൊക്കെ ആ രീതിയിലാണത്രേ ജീവിച്ച് മുൻപോട്ട് പോകുന്നത്. മറ്റൊന്ന് പറഞ്ഞു, ഈ ക്ഷേത്രത്തിൽ വെച്ച് വാളെഴുന്നള്ളിച്ചു കഴിഞ്ഞാലുള്ള 28 ദിവസം ഇവിടെ ആരാധനകളില്ല. ഈ സമയത്ത് ഈ പ്രദേശങ്ങളിലെ ഒരു വീടുകളിലും ഒരു മംഗളകർമ്മവും നടത്തില്ല എന്ന് ഇവിടെ പഴയ കാലഘട്ടത്തിലെ ചെയ്തു വരുന്ന അനുഷ്ഠാനം ഇപ്പോഴും അതുപോലെ പരിപാലിക്കുന്നു എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. ഇനി നമുക്ക് വളരെ പ്രസിദ്ധമായ വാളറ തൊഴുത് പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മുടെ പ്രദക്ഷിണ പദം നമ്മൾ പൂർത്തിയാക്കിയതിന് ശേഷം വാളറ, ഈ വാളറ വർഷത്തിൽ ഈ ഒരു ദിവസം മാത്രം, ഇടവമാസത്തിലെ ചോതിനാളിൽ മാത്രമേ
ഈ വാളറ തുറക്കാറുള്ളൂ. നേരത്തെ പറഞ്ഞ മൂഴിയോട്ടില്ല പരമ്പരകളാണ് ഈ വാള് വ്രതശുദ്ധിയോടുകൂടി ഇവിടുന്ന് എഴുന്നള്ളിച്ച് ദക്ഷയാഗം നടന്ന കൊട്ടിയൂരിലേക്ക് യാത്ര ചെയ്യുന്നു. ഗോവിന്ദനാമം വിളിച്ച് ഇവിടെ നിന്നും നിശ്ചിതമായ പരിധി വരെ അനുഗമിക്കുമത്രേ. അങ്ങനെ അനുഗമിച്ച് ദീപാരാധനയ്ക്ക് മുൻപ് ഇക്കരെ കൊട്ടിയൂരിലേക്ക് എഴുന്നള്ളിക്കും. അവിടെ എത്തി ദീപാരാധന എന്നാണ്. അപ്പോൾ അത്ര പ്രാധാന്യമുള്ള വാള് സൂക്ഷിക്കുന്നത് കൊണ്ടാണ് ഇതിനെ വാളറ എന്ന് പറയുന്നതെന്നും രുതിരമേറിയത് കൊണ്ട് ആ രുതിരം ലോപിച്ചാണ് മുതിരേരി ആയത് എന്നും ശിവൻ ഏറെ പ്രാധാന്യമുള്ള ശിവലിംഗവും അതുപോലെ തന്നെ വാളും ഒന്നിച്ച് ആരാധിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇടവമാസത്തിലെ ചോതി നാളിലേതും എന്നും ഇത്തരം ധാരാളം അനുഷ്ഠാനങ്ങളോട് കൂടിയാണത്രേ നമ്മുടെ മുതിരേരിയിലെ ശിവക്ഷേത്രം. ആരോഗ്യപരമായ പ്രയാസങ്ങൾ വരുന്ന സമയത്ത് മുതിരേരിയിലെ ശിവന് ആൾരൂപം വെച്ചും നാഗരൂപങ്ങളെ വെച്ചും മൃഗസങ്കല്പത്തിൽ വെച്ചും ഒക്കെ തൊഴുതു പ്രാർത്ഥിച്ച് കൈവല്യം വരുന്ന ഒരു ക്ഷേത്രം കൂടിയാണത്രേ മുതിരേരിയിലെ ശിവക്ഷേത്രം. ഇനി നമുക്ക് പ്രദക്ഷിണപഥം പൂർത്തിയാക്കാം. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൻ്റെ ഭാഗമായി ഈ മുതിരേരി ക്ഷേത്രവും ആ വൈശാഖ മഹോത്സവത്തിന് ഒരുങ്ങുകയായി. ഈ വരുന്ന മെയ് 22-ന് ആയില്യനാളിൽ നാഗത്തിനോടുകൾ ചടങ്ങും, അതുപോലെ തന്നെ 23-ാം തീയതി ക്ഷേത്ര പ്രതിഷ്ഠാ ദിനവും, അതുപോലെ തന്നെ 24-ാം തീയതി മുതൽ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ, വഴിപാടുകൾ, അന്നദാനങ്ങൾ അത് 28-ാം തീയതി വരെ തുടർന്നു പോകുന്നു. എല്ലാ ദിവസവും നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ഭക്തജനങ്ങൾ ഇവിടെ ഒഴുകിയെത്തുന്നു. എല്ലാ ദിവസവും ഈ പ്രഭാഷണം പരമ്പരകൾ, അതുപോലെ തന്നെ കുട്ടികളുടെ കലാപരിപാടികൾ, അതുപോലെ തന്നെ പിന്നെ വിശേഷാൽ പൂജകൾ, അതുപോലെ തന്നെ ഭജന എന്നീ പരിപാടികൾ പങ്കെടുക്കുവാൻ വേണ്ടി നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ഈ 7 ദിവസം ഈ ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾ എത്തുകയായി. അതുപോലെ ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളെന്ന് പറഞ്ഞാൽ നെയ്വിളക്ക്, പിൻവിളക്ക്, മുൻവിളക്ക്, ജലധാര, അതുപോലെ പിന്നെ ദേവിക്ക് പട്ട് ചാർത്തൽ, പിന്നെ മംഗല്യസ്ഥിതിക്ക് വേണ്ടിയിട്ട് ദേവിക്ക് താലി, അയ്യപ്പന് നീരാഞ്ജനം വഴിപാട്, എള്ളുതിരി എന്നിവയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ. അതുപോലെ തന്നെ പല കാര്യസിദ്ധികളും ഈ ക്ഷേത്രത്തിൽ വഴിപാടുകൾ ഉണ്ടായിട്ടുണ്ട്. മംഗല്യസിദ്ധിക്ക് വേണ്ടി ദേവിക്ക് പിന്നെ പട്ട് ചാർത്തുക, അതുപോലെ തന്നെ പിന്നെ പട്ടും താലി ഒപ്പിക്കുക, അതുപോലെ തന്നെ അങ്ങനെ കുറേയേറെ നല്ല നല്ല വിശേഷ വഴിപാടുകൾ ഈ ക്ഷേത്രത്തിൽ നടക്കുകയാണ്. അതിപുരാതന കാലം മുതൽ തന്നെ മോഴിയോട്ടില്ലക്കാരാണ് ഇവിടുത്തെ മേശാന്തി സ്ഥാനം അലങ്കരിക്കാറ്. എൻ്റെ അച്ഛൻ്റെ ഏട്ടനായ മോഴിയോട്ടില്ലം ത്രിവിക്രം നമ്പൂതിരി ആണ് പണ്ട് വാളെഴുന്നള്ളിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന് പറ്റായിക വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനായ മോഴിയോട്ടില്ലം നാരായണൻ നമ്പൂതിരി ഈ ചടങ്ങ് നിർവഹിക്കുകയുണ്ടായി. 2004 മുതൽ നാരായണൻ നമ്പൂതിരിക്ക് പറ്റായിക വന്നപ്പോൾ 2004 മുതൽ ഈ ചടങ്ങ് തന്ത്രിമാരും നിർദ്ദേശപ്രകാരം ഉപദേശപ്രകാരം ഞാൻ എഴുന്നള്ളിക്കുകയാണ് ഉണ്ടായത്. പണ്ട് കാലങ്ങളിൽ കൊട്ടിയൂരമ്പലത്തെ തൊഴുന്നതിന് മുമ്പ് മുതിരേരിക്കാവിൽ തൊഴുത് വീരഭദ്രസ്വാമിയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ കൊട്ടിയൂരേക്ക് ഭക്തജനങ്ങൾ പോകാറുള്ളൂ എന്നാണ് പറയാറുള്ളത്. ചോതി നാളിൽ കൊട്ടിയൂരേക്ക് പുറപ്പെട്ടു കഴിഞ്ഞാൽ ഈ ക്ഷേത്രം പിന്നെ നിത്യവിധാനങ്ങളൊന്നുമില്ലാതെ മുള്ളുവേലിയിട്ട് അടയ്ക്കുക എന്നൊരു ചടങ്ങാണ്. അതിനുശേഷം ഭക്തജനങ്ങൾ ആരും ഈ തിരുമുറ്റത്തേക്ക് പ്രവേശിക്കാറില്ല. പിന്നെ കൊട്ടിയൂർ കലശാട്ടിന് അന്ന്, ചിത്ര നക്ഷത്രത്തിൻ്റെ അന്ന് കലശാട്ട് കഴിഞ്ഞാൽ തിരിച്ച് വാളിങ്ങോട്ട് എഴുന്നള്ളിക്കുകയും എഴുന്നള്ളിച്ച് ഇവിടെ വെച്ചതിന് ശേഷം വിശാഖം നാൾ മുതൽ നിത്യവിധാനങ്ങൾ തുടങ്ങുന്നു. അതിനുശേഷം മാത്രമേ ഭക്തജനങ്ങൾക്ക് വീണ്ടും ഇങ്ങോട്ട് പ്രവേശനമുള്ളൂ. അഭിഷേകപ്രിയോ ശിവാനാണ്. ഇവിടുത്തെ മഹാദേവന് ധാരയും നെയ്വിളക്കും തുളസിമാലയും ഒക്കെ ഏറെ പ്രിയമുള്ള ഒരു ദേവൻ കൂടിയാണ്.
മറ്റൊരു പ്രത്യേകത, കേരളത്തിലെ ഏത് ക്ഷേത്രങ്ങളിലും ഇല്ലാത്തൊരു പ്രത്യേകത, ഈ വൈശാഖ മാസം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പഴവർഗ്ഗങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഈ വൈശാഖ മാസത്തിന് ഇവിടുത്തെ ഇടവമാസത്തിലെ ചോതിക്ക് 5 ദിവസം മുൻപെങ്കിലും ഈ പ്രദേശത്തുള്ളവരെല്ലാം ചേർന്ന് അവരവരുടെ വീട്ടുപറമ്പിലുള്ള മൂത്ത ചക്ക പറിച്ചിട്ട് ഇവിടെ കൊണ്ടുവെക്കും അത്രേ. ആ ചക്ക ഈ വാളെഴുന്നള്ളത്ത് ദിവസം ഇവിടെ വരുന്ന എല്ലാ ഭക്തർക്കും അതിൽ നിന്ന് ചക്ക കൊടുക്കും അത്രേ. ആ ചക്ക വാങ്ങാൻ, അതൊരു പ്രസാദമായി സ്വീകരിക്കാൻ അനവധി ഭക്തന്മാർ ഈ പരിസരത്തുള്ളവരൊക്കെ വന്ന് അത് സ്വീകരിക്കുമത്രേ. അങ്ങനെ പ്രകൃതി ആരാധനയും ഒപ്പം നമ്മുടെ ഫലവർഗ്ഗങ്ങളെയും അനുഷ്ഠാനമുള്ളൊരു ക്ഷേത്രം കൂടി. അപ്പോൾ ചക്ക ഒരു പ്രധാന വഴിപാടായി നടത്തുന്ന, അപൂർവം സമർപ്പണമായി നടത്തുന്ന ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രം കൂടിയാണത്രേ മുതിരേരിയിലെ ശ്രീ ശിവക്ഷേത്രം. ഇനി നമുക്ക് ഇവിടുത്തെ മഹാദേവനെയൊക്കെ തൊഴുതു. ഇനി നമുക്ക് വളരെ പ്രാധാന്യത്തിലൊരു സ്ഥലമാണ് പാലാട് കൊയ്യോട് തറവാട്. ആ തറവാട്ടിൽ വെച്ചാണത്രേ ഈ ആരാധനയുടെയും അനുഷ്ഠാനത്തിൻ്റെ ഒരു ആരംഭം. ഇനി നമുക്ക് ആ പൂർവീക തറവാട്ടിലേക്കും പോയി തൊഴുതു പ്രാർത്ഥിച്ചു വരാം. ദക്ഷയാഗം കഴിഞ്ഞ സന്ദർഭത്തിൽ വീരഭദ്രൻ ആയുധം വലിച്ചെറിഞ്ഞു എന്ന് പറഞ്ഞതും അതൊരു വയലിൽ കണ്ടെത്തിയെന്നാണ്. അത് കണ്ടെത്തിയത് ആദിവാസി പരമ്പരകളാണ്. ആ കാലഘട്ടത്തിലെ ഈ ദേശത്തെ പ്രമാണികളിൽപ്പെട്ട ഒരു വിഭാഗക്കാരുടെ കൊയ്യോട്ട് തറവാടെന്ന് പറയുന്ന തറവാടാണ് പ്രേക്ഷകർ ഈ കാണുന്നത്. ഇവിടെ വെച്ച് അന്നത്തെ നാട്ടുപ്രമാണികൾ ജ്യോതിഷ വിധിപ്രകാരമാണത്രേ പിന്നീട് ആ ക്ഷേത്രം പണിതത്. മറ്റൊരു പ്രത്യേകത, 16ഓളം തെയ്യങ്ങളെ കെട്ടിയാടിക്കുന്ന ഒരു ആരാധന സങ്കല്പം കൂടി ഈ തറവാട്ടിൻ്റെ ഭാഗമായിട്ടുണ്ടത്രേ. കൂടാതെ കാവ്, അനുഷ്ഠാനങ്ങൾ ഒക്കെയുണ്ട്. ഇന്ന് ഇതിൻ്റെ ഒരു ജീർണാവസ്ഥയാണ് പ്രേക്ഷകർ ഈ കാണുന്നത്. എങ്കിലും മുതിരേരിയിലെ വീരഭദ്രൻ അഥവാ ശിവൻ ഈ ദേശത്തെയും ഈ തറവാട്ട് പരമ്പരകളെയും ഒപ്പം എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് ദേവൻ ഇരിക്കുന്നു എന്നാണ്. അതാണ് നേരത്തെ പറഞ്ഞതുപോലെ ഈ ക്ഷേത്രത്തിൽ നിന്ന് യാഗഭൂമിയിലേക്ക് ആയുധം എഴുന്നള്ളിച്ചു കഴിഞ്ഞാൽ ഈ ദേശത്ത് ഒരാചാരവും അനുഷ്ഠാനങ്ങളും നടക്കുന്നില്ല എന്ന് പറയുന്നത് ദേവൻ ഈ പ്രദേശക്കാർക്ക് വിളിച്ചാൽ വെളിപ്പുറത്താണ് എന്നുള്ള അനുഭവം കൂടിയാണ് ഈ കാണിക്കുന്നത്. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ശിവായ നമഃ. ഓം മഹേശ്വരായ നമഃ. ഓം ശംഭവേ നമഃ. ഓം പിനാകിനേ നമഃ. ഓം ശശിശേഖരായ നമഃ. ഓം വാമദേവായ നമഃ. ഓം വിരൂപാക്ഷായ നമഃ. ഓം കപർദിനേ നമഃ. ഓം നീലലോഹിതായ നമഃ. ഓം ശങ്കരായ നമഃ. ശ്രീ മുതിരേരി ശിവക്ഷേത്രത്തിൻ്റെ മാതൃസമിതി ഞങ്ങൾ 2013 ആരംഭിച്ചത്. 2013 ആരംഭിച്ച മാതൃസമിതിയിൽ ഇപ്പം 44 അംഗങ്ങളോളം ഉണ്ട്. അപ്പം ഞങ്ങളുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വരിസംഖ്യ പിരിച്ചുകൊണ്ട് ചെറിയ തുക, അതായത് ഒരു 30 രൂപ വെച്ച് വരിസംഖ്യ പിരിച്ചുകൊണ്ട് ഞങ്ങൾ ചെറിയൊരു സമ്പാദ്യം ഉണ്ടാക്കി അത് ക്ഷേത്രത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അത്യാവശ്യ സാധനങ്ങൾ വാങ്ങിക്കാൻ, അതേപോലെ ക്ഷേത്രത്തിന് ആവശ്യമായ പൂജാ സാധനങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഉപയോഗിക്കുന്നു. പിന്നെ ഞങ്ങൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ തുക അവർക്ക് ഒരു സംഭാവന പോലെ കൊടുക്കാറുണ്ട്. ഈ 2013 മുതൽ വളരെ സജീവമായി ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് വരുന്ന ഒരു മാതൃസമിതിയാണ് ഈ മുതിരേരി കാവിലുള്ളത്. എല്ലാ അംഗങ്ങളും നമ്മുടെ ഏത് പരിപാടി വരുമ്പോഴും വളരെ ആക്റ്റീവായി ഒരു വീട് എന്നതുപോലെ ഈ ക്ഷേത്രത്തെ നോക്കിക്കാണുകയും അതിൻ്റെ വേണ്ട എല്ലാ കാര്യങ്ങളിലും സജീവമായി ഇടപെടുകയും ചെയ്യുന്നുണ്ട്. 2013 ഈ മാതൃസമിതി ക്ഷേത്രം തന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ രൂപീകരിച്ചത്. അന്ന് തന്ത്രി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, മുടങ്ങാതെ നാമജപം
ഈ ക്ഷേത്രത്തിന്റെ ഉന്നമനത്തിനും ഈ പ്രദേശത്തിന്റെ ശ്രേയസിനും വേണ്ടി അവരവരുടെ ഉന്നമനത്തിനും വേണ്ടി ചെയ്യണമെന്നുള്ളതായിരുന്നു. അപ്പോൾ അതുപ്രകാരം ഇന്ന് വരെ ആ നാമജപത്തിന് ഞങ്ങൾ യാതൊരു മുടക്കവും വരുത്തിയിട്ടില്ല. ശിവസഹസ്രനാമം എല്ലാ ദിവസവും പതിവായി ഞായറാഴ്ചകളിൽ കൂടുതൽ ആളുകളുണ്ടാവും. ലളിതാ സഹസ്രനാമം കൂടി അന്ന് ചെയ്യുന്നുണ്ട്. ഇത് മുടങ്ങാതെ വർഷങ്ങളായി ഞങ്ങൾ നടത്തി വരുന്നതാണ്. ഇതിൻ്റെ എല്ലാം ഒരു മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഞങ്ങൾക്ക് തുണയാകുന്നത് എന്ന് പരമശിവന്റെ നാമത്തിൽ പറയട്ടെ. നമസ്തേ. അപ്പോൾ മുതിരേരി ശിവക്ഷേത്രത്തിലെ ഐതിഹ്യങ്ങളും അനുഷ്ഠാനങ്ങളും നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചു. യുഗങ്ങളുടെ കാലപ്പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ടെന്നാണ്. ആ ക്ഷേത്രത്തിലെ യാഗകാലഘട്ടം, മഹായാഗം നടക്കുന്ന സമയത്ത് ദക്ഷ പ്രജാപതി എല്ലാവരെയും ക്ഷണിച്ചപ്പോൾ സ്വന്തം മകളായ സതീദേവിയെ ക്ഷണിച്ചില്ലെന്നും അങ്ങനെ പരമേശ്വരനോട് അനുവാദം വാങ്ങി സതീദേവി യാഗസ്ഥലത്തേക്ക് വരിക. അപ്പോഴേ പരമേശ്വരൻ പറയുന്നത് ആ സ്ഥലത്തേക്ക് പോകണ്ടെന്നാണ്. എങ്കിലും അച്ഛൻ നടത്തുന്ന മഹായാഗം കാണാൻ സതീദേവി എത്തിച്ചേരുകയും അങ്ങനെ സതീദേവിയെ ദേവന്മാരുടെ സമക്ഷം വെച്ച് അപമാനിക്കുകയാണ്. അപമാനത്തിൻ്റെ ഭാരം കൊണ്ട് യാഗാഗ്നിയിൽ ചാടി ദേഹത്യാഗം ചെയ്ത സതീദേവിയെ പിന്നീട് മഹാദേവൻ വന്ന് സ്വന്തം ജടയിൽ നിന്ന് വീരഭദ്രനെ സൃഷ്ടിക്കുകയും ആ വീരഭദ്രൻ ദക്ഷൻ്റെ ശിരസ് അറുക്കുകയും അങ്ങനെ ആ ശിരസ് അറുത്ത സമയത്ത് കയ്യിലുണ്ടായിരുന്ന വാള് വലിച്ചെറിയുകയും ചെയ്തു നാം. ആ വാള് ഇന്ന് നമ്മൾ കാണുന്ന ഈ തറവാടിൻ്റെ സമീപത്തുള്ള ക്ഷേത്ര വയലിൽ വെച്ച് ആദിവാസികൾ കണ്ടു എന്നാണ്. അങ്ങനെ ആദിവാസികൾ ഈ നാട്ടുപ്രമാണിമാരുടെ ഈ ഭവനത്തിൽ വരികയും അങ്ങനെ ജ്യോതിഷ വിധി പ്രകാരം ഈ ക്ഷേത്രം പണിതു നാം. ഈ ക്ഷേത്രവും ഈ തറവാടും ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരും എല്ലാവരുടെയും ഒരു കൂട്ടായ്മയാണ് അവിടെ ഒന്ന് നമുക്ക് കാണിച്ചു തരുന്നത്. മറ്റൊന്ന്, ഇടവമാസത്തിലെ ചോതിനാളിൽ മൊഴിയോട്ടില്ല പരമ്പരകൾ മഹാദേവനെ ധ്യാനിച്ചിരുന്നതിന് ശേഷം ഒരു ഉൾവിളിയോടുകൂടി ഇവിടുന്ന് 22 കിലോമീറ്റർ യാത്ര ചെയ്ത് കൊട്ടിയൂരിലേക്ക് പോകുന്ന അനുഷ്ഠാനം നടക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രം. ഈ വാളെഴുന്നള്ളിക്കുന്ന ദിവസം എല്ലാവർക്കും പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും ഉത്തമമായ ചക്ക എല്ലാവർക്കും നൽകുന്ന ഒരു സ്ഥലം. മറ്റൊരു പ്രത്യേകത, ഈ ദേശത്തുള്ള പശുക്കൾക്ക് ആദിവ്യാധികൾ വന്നാൽ ഇവിടെ സമർപ്പിച്ച് അതിലുണ്ടാകുന്ന കുട്ടിയെ ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കാമെന്ന് പറഞ്ഞ് അനുഷ്ഠാനമുള്ള ക്ഷേത്രം. ഈ പ്രദേശത്തൊരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയെ ഭഗവാനിലേക്ക് നടയിൽ സമർപ്പിക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രം. ഇങ്ങനെ ധാരാളം പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണ് മുതിരേരി ശിവക്ഷേത്രം. ശിവലിംഗത്തിൽ വാള് വെച്ച് ആരാധന നടക്കുന്ന ക്ഷേത്രം. 28 ദിവസം യാഗഭൂമിയിൽ ഉത്സവം നടക്കുന്ന സമയത്ത് തുളസിയിൽ ശിവലിംഗം മൂടിയതിനു ശേഷം നടയടച്ച് ആദിവാസി വിഭാഗക്കാർ വന്ന് മുള്ളുകൊണ്ട് വേലി കെട്ടി ക്ഷേത്രത്തിലേക്ക് ആരും പ്രവേശിക്കാൻ പാടില്ലാത്ത വിധം സംരക്ഷിക്കപ്പെടുന്ന ക്ഷേത്രം. യാഗഭൂമിയിലേക്ക് ആയുധം എഴുന്നള്ളിച്ചു കഴിഞ്ഞാൽ ഈ പ്രദേശക്കാർക്ക് വിവാഹം മറ്റ് മംഗളകർമ്മങ്ങളൊന്നും നടത്താത്ത ഒരു ഗ്രാമം. ഇങ്ങനെ ഏറെ വ്യത്യസ്തമാർന്ന ഒരു ക്ഷേത്രമാണ് മുതിരേരി ശിവക്ഷേത്രം. നമ്മുടെ ക്ഷേത്ര അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഇവിടെ പൂർണ്ണമാകുന്നില്ല. മറ്റൊരു ക്ഷേത്രത്തിലെ ഐതിഹ്യവും ആചാരവും അനുഷ്ഠാനങ്ങളുമായി പ്രദക്ഷിണ വഴിയിലൂടെ വീണ്ടും കാണാം. നന്ദി, നമസ്തേ.